നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ളതായ 26 മുതൽ 28 വരെയുള്ള ആ വാക്യങ്ങൾ വായിക്കാം. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. മതി. ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നതായ കാഴ്ചപ്പാട് ദൈവ ശബ്ദത്തെക്കുറിച്ച് അല്പേരം സംസാരിക്കുവാൻ വേണ്ടിയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചക്ക് മുമ്പേ ഒരു സഹോദരനെ എന്നോട് ചോദിക്കുകയുണ്ടായി, നമുക്ക് എങ്ങനെ കർത്താവിൻ്റെ ഈ ശബ്ദം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈ പല തോട്ട്സുകൾ കടന്നു വന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുത്തു. എങ്കിൽ തന്നെയും ആ തോട്ട്സ് ഇങ്ങനെ കിടന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചപ്പോൾ വീണ്ടും എന്നാൽ അതിനെക്കുറിച്ച് അല്പേരം സംസാരിക്കാം എന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ച് കൊൾവീന്. നമ്മൾ ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 10:26, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകളെ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആടുകളെ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇവിടെ 4 വിധത്തിലുള്ളതായ ശബ്ദങ്ങൾ നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ ശബ്ദം പല രീതിയിൽ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ഇതിലൂടെ കേൾക്കുവാനായിട്ട് സാധിക്കും. കാര്യം ഇത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മറ്റൊരു വോയിസ് ദൈവത്തിന്റെ ശബ്ദമുണ്ട്. മറ്റൊരു വോയിസ് സാത്താന്റെ ശബ്ദം അല്ലെങ്കിൽ സാറ്റാൻസ് വോയിസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം ഗോഡ്സ് വോയിസ്. എന്നാൽ മൂന്നാമതൊരു ശബ്ദമുണ്ട്, അതിന് പറയുന്നത് മനുഷ്യ ശബ്ദം അല്ലെങ്കിൽ ഹ്യൂമൻ വോയിസ്. 4മതൊരു ശബ്ദമുണ്ട്, അത് എന്റെയും നിന്റെയും വോയിസ് അല്ലെങ്കിൽ നമ്മുടെ സ്വയ ശബ്ദം, അല്ലെങ്കിൽ നമുക്ക് പറയാം അവർ ഓൺ വോയിസ് അല്ലെങ്കിൽ സെൽഫ് വോയിസ്. നമ്മളെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഈ 4 ശബ്ദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സാത്താന്റെ ശബ്ദം നമുക്ക് അവിടെ കേൾക്കുവാൻ അല്ലെങ്കിൽ കാണുവാൻ സാധിക്കും. 1-ാം വാക്യം വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ പാമ്പ് അല്ലെങ്കിൽ സാത്താൻ, ഞാൻ പറഞ്ഞല്ലോ സാറ്റാനിക് വോയിസ്, ശത്രുവിന്റെ പാമ്പിന്റെ ശബ്ദം വളരെ കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ശത്രു കടന്നു വന്ന് ഹല്ലേലൂയ അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, വാസ്തവമായി എന്തുവാണ് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഹവ്വയോട് ചോദിക്കുന്നതായ ചോദ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് സാത്താന്റെ വോയിസ് എന്ന് പറയാം. എന്നാൽ ഇവിടെ അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ സ്ത്രീ അതിന് മറുപടി പറയുന്നുണ്ട്. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിൽ ഉള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ആര് കൽപ്പിച്ചിട്ടുണ്ട്? ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഓൾറെഡി അവിടെയുണ്ട്. ദൈവത്തിന്റെ ശബ്ദം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുടരുത്, അത് തിന്നരുത്, അത് ഭക്ഷിക്കരുത് എന്ന് അവരോട് ദൈവത്തിന്റെ ശബ്ദം എന്തുവാണ് ഹല്ലേലൂയ അവരുടെ ചെവികളിൽ മുഴങ്ങുവാനായിട്ട്, അവരെ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ തന്നെ സാത്താന്റെ ശബ്ദം എന്തുവാണ് ഹല്ലേലൂയ ഇവിടെ പറയുന്നത്, ആ യാതൊരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ താഴോട്ട് വായിച്ചിരുമ്പോൾ എന്തുവാണ് അവൻ പറയുന്നതാണ് ഹല്ലേലൂയ സാത്താൻ പറയുന്നതാണ് 4-ാം വാക്യം, നിങ്ങളെ മരിക്കയില്ല, നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും നിങ്ങളെ നന്മ നിങ്ങളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് അറിയുന്നു. അപ്പോൾ സാത്താന്റെ വോയിസ് എന്തുവാണ്? ഒരു വലിയ ചലഞ്ച് അവിടെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ നിങ്ങൾ ഇത് തിന്നുന്ന നാളിൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, അത് ദൈവത്തിന്റെ ശബ്ദമാണ്. എന്നാൽ സാത്താന് ഇവിടെ കടന്നു വന്ന് മറ്റൊരു ശബ്ദം അവരെ കേൾപ്പിക്കുകയാണ്. ഹല്ലേലൂയ അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങളെ നന്മ തിന്മകൾ
തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുമെന്നുള്ളതായ സാത്താന്റേതായ ആ ശബ്ദം അവരെ അവിടെ കേൾക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ താഴോട്ട് നമ്മൾ വായിച്ചിരുമ്പോൾ അതിന്റെ 6-ാം വാക്യം വായിക്കാം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂമൻ വോയിസ് അല്ലെങ്കിൽ മനുഷ്യന്റെ ശബ്ദം. ഷെറിന് ഒന്ന് വായിച്ചിട്ട് 6-ാം വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യ വോയിസ്. ഇപ്പോഴേ ഹവ്വയുടെ വോയിസ് ആര് വിശ്വസിക്കുകയാണ്? ആദാം വിശ്വസിക്കുകയാണ്. ഇവിടെ സ്ത്രീ പറയാണ്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് ആര് കണ്ടു? സ്ത്രീ കണ്ടു. എന്നിട്ട് പറയാണ്, ആ ഫലം പറിച്ച് തിന്ന് ഭർത്താവിനും കൊടുത്തു എന്നാണ്. അപ്പോഴേ ഹല്ലേലൂയ, ഈ സ്ത്രീ അല്ലെങ്കിൽ ഹവ്വ അത് പറഞ്ഞപ്പോഴേ അത് കേട്ട് അത് പറിച്ച് അവള് തിന്നുക മാത്രമല്ല ഭർത്താവിനും കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ഹ്യൂമൻ വോയിസ് അല്ലെങ്കിൽ മനുഷ്യ വോയിസ്, ആ സ്ത്രീയുടെ ശബ്ദം നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അവിടെ കൊണ്ട് മാറിയില്ല. വീണ്ടും നമ്മൾ വായിച്ച് താഴോട്ട് വരുമ്പോൾ അവരുടെ വോയിസ് ഒന്ന് വായിക്കും. 9-ാം വാക്യം, 9-ഉം 10-ഉം വാക്യം വായിച്ചാട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ച്, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവരുടെ വോയിസ് എന്തുവാണ്? ഇപ്പോഴേ കർത്താവ് ദൈവം വന്ന് വിളിക്കുകയാണ്. അവരെ വിളിച്ചപ്പോഴേ അവര് പറയുന്നതായ വോയിസ് യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചപ്പോഴേ വിളിച്ചപ്പോഴേ അവരുടെ മറുപടി ചെയ്യണം, നീ എവിടെയെന്ന് ചോദിച്ചതിന് തോട്ടത്തിലെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നരാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞപ്പോഴേ ദൈവത്തിന്റെ ശബ്ദം ഒരു അലർജിയായിട്ട് തോന്നി. പാപം ചെയ്തപ്പോഴേ ദൈവം പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദത്തെ തിരസ്കരിച്ച് മറ്റൊരു ശബ്ദം കേട്ടപ്പോഴേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നഗ്നരായി. അവര് തന്നെ ഇപ്പോൾ എന്തുവാണ്? അവരുടെ സ്വന്തം ശബ്ദത്തിൽ വിളിച്ചു പറയാണ്, എന്തുവാണ്? ഞങ്ങള് നഗ്നരായിരിക്കുകയാണ്. കാര്യം ദൈവത്തിന്റെ വോയിസ് അല്ലെങ്കിൽ ദൈവ ശബ്ദം അവർ നിഷേധിച്ചത് കൊണ്ട് അവരെ നഗ്നരാകുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന് 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അനേക അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയാണ് 5-ാം അധ്യായം. ഹല്ലേലൂയ, ഒത്തിരി അത്ഭുതങ്ങളുടെ ഒരു ചാപ്റ്റർ എന്ന് പറയാം. അവിടെ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഭൂതത്തിന്മേലുള്ളതായ കർത്താവിൻ്റെതായ അധികാരമോടെ തെളിയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം രക്തസ്രവമുള്ളതായ ഒരു സ്ത്രീ 12 വർഷമായി അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അവള് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടുന്നു. അവളെ കർത്താവ് സൗഖ്യമാക്കുന്നപ്പോൾ ഹല്ലേലൂയ, രോഗത്തിന്മേലെ അധികാരമുള്ളതായ കർത്താവിനെ നമുക്ക് അതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ മരണത്തിന്മേലെ അധികാരമുള്ളതായ കർത്താവിനെ നമുക്ക് അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കേൾക്കുന്ന ശബ്ദം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യായിറോസ് വളരെ പ്രത്യാശയോടെ യേശുവിന്റെ അടുത്ത് കടന്നു ചെന്ന് അപേക്ഷിച്ചിരിക്കുകയാണ്. യേശുവേ, നീ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണം. എൻ്റെ കുഞ്ഞുമകള് ദീനമായി കിടക്കുന്നു. ആ റിക്വസ്റ്റ് യേശു കേട്ട് കഴിഞ്ഞപ്പോൾ യേശു ആ ഭവനത്തിലേക്ക് വരികയാണ്. എന്നാൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് യായിറോസ് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം എന്തുവാണ്? ഹല്ലേലൂയ, മനുഷ്യ ശബ്ദം. ഹല്ലേലൂയ, ആ ശബ്ദം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. ആ വന്നിരിക്കുന്നതായ ആള് പറയാണ്. ആ ശബ്ദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗുരുവിനെ നീ അസഹ്യപ്പെടുത്തേണ്ട, ഗുരുവിനെ വീട്ടിലോട്ട് കടന്നു വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ, അവിടെ പറയുന്നത് ഹല്ലേലൂയ, അവള് മരിച്ചു പോയി എന്നുള്ളതായ ആ ശബ്ദം എന്തുവാണ്? കടന്നു വന്ന് പറയാണ്. അപ്പോൾ അവിടെ ആ ശബ്ദം കേട്ടതായ യേശു കർത്താവ് അതിന്റെ 36-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യേശുവിന്റെ ശബ്ദം നമുക്ക് അവിടെ കാണാം. ഹല്ലേലൂയ, യേശു പറഞ്ഞത് എന്താണെന്ന് വായിച്ചാട്ടെ. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയാണ്, ഈ പള്ളിപ്രമാണിയോട് പറഞ്ഞതായ ഈ ശബ്ദം അവന്റെ വീട്ടിൽ നിന്ന് കടന്നു വന്നവരാണ് പറയുന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ അത് കേട്ടതായ യേശു എന്താണ് അവിടെ ശബ്ദിക്കുന്നു. ആ യേശുവിന്റെ ശബ്ദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, യേശു പറയാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ പറയുന്നത് പള്ളിപ്രമാണിയോട്
തന്നോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വോയിസ് എന്തുവാണ്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് കടന്നു വന്നതായ ആ മനുഷ്യന്റെ വോയിസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുവിനെ ഇനിയും അസഹ്യപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല, കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളതായ ആ ശബ്ദം യായിറോസ് കേൾക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ പ്രിയമുള്ളവരെ, ഇന്ന് പൽക്കാലം ചില കാര്യങ്ങൾ ഞാൻ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, മറ്റുള്ള ശബ്ദം അടക്കിയെങ്കിൽ മാത്രമേ ദൈവശബ്ദം കേൾക്കുകയുള്ളൂ. മറ്റുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം പലപ്പോഴും കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ മിക്കവാറും ലിവിംഗ് റൂമിൽ ഇരുന്നാണ് ഈ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ആ ഫയർ പ്ലേസിന്റെ അവിടെ ഒരു നല്ല നീളമുള്ള കസേര കിട്ടിയിട്ടുണ്ട്. അതിലിരുന്നാണ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഞങ്ങളുടെ ഈ വീട്ടിലെ ഈ കിച്ചന്റെ ഫാൻ ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ ഗ്രേസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ പെട്ടെന്ന് ഞാൻ പറയും ഓഫ് ചെയ്യടി എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ ഇങ്ങോട്ട് വരുമ്പോൾ ആരോടും സംസാരിക്കണമെങ്കിൽ ഒന്നി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്തുവാണ് എങ്ങോട്ടെങ്കിലും പോകണം, അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് വിളിച്ചു പറയും, ഷൗട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി ആരുടെ കോൾ വന്ന് പെട്ടെന്ന് അത് ഓഫ് ചെയ്യും. അപ്പോൾ മറ്റുള്ള ശബ്ദം അടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുള്ളൂ. പലപ്പോഴും മറ്റുള്ള കോലാഹലങ്ങള്, മറ്റുള്ള ശബ്ദങ്ങള് പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം പലപ്പോഴും നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് മറ്റുള്ള ശബ്ദങ്ങളെ യേശുവിന്റെ നാമത്തില് അടക്കുന്നതായ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ 2025 യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ദൈവ ശബ്ദം കേൾക്കുന്നത് ഒരിക്കലും എന്തുവാണ് നിർത്തരുത്. ഒരിക്കൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ഹല്ലേലൂയ, എന്നാൽ എന്നും എന്നും ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നവരായിരിക്കണം. ദൈനംദിനം ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നവര് ആയിരിക്കണം. അതുപോലെ തന്നെ ദൈവ ശബ്ദത്തെ തിരിച്ചറിയുവാനുള്ളതായ ഒരു കൃപ നമുക്ക് വേണം. പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം നമ്മളിലേക്ക് വരാറുണ്ട്, എന്നാൽ അത് തിരിച്ചറിയുവാൻ സാധിക്കാതെ പലപ്പോഴും നമ്മളെ കൺഫ്യൂഷനിലാകാറുണ്ട്. എന്നാൽ ദൈവ ശബ്ദത്തെ തിരിച്ചറിയുവാനുള്ളതായ ഒരു കൃപ എനിക്ക് നിനക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഇതെന്റെ കർത്താവിന്റെ ശബ്ദമാണ്, ഇതിന്റെ യേശുവിന്റെ ശബ്ദമാണ് എന്ന് നിനക്ക് ധൈര്യത്തോടെ പറയുവാൻ സാധിക്കും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10:26 നമ്മൾ വായിച്ചു, എൻ്റെ ആടുകളെ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇവിടെ ഹിയറിംഗ് ഉണ്ട്, അത് നമ്മൾ പറയുന്നത് കേൾക്കുക എന്നാണ്. എന്നാൽ ലിസണിംഗ് ഉണ്ട്, അത് ശ്രദ്ധിക്കുന്ന. പലപ്പോഴും നമ്മൾ കേൾക്കും, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 26-ഉം 27-ഉം വാക്യം വായിക്കാം. അവിടെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതായ ഒരു കോട്ട്, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് അവിടെ വായിക്കുവാൻ സാധിക്കും. ഇതേ കോട്ട് തന്നെ യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെന്ന് വായിച്ചാട്ടെ. യെസ്. നിങ്ങൾ ചെവികൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവികൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനംതിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവിടെ വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇപ്പോഴേ കർത്താവിന്റെ ദാസനായ പൗലോസ് കോട്ട് ചെയ്യാണ്. അവിടെ പറയാണ് 26-ാം വാക്യം, ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതെ ഇരിക്കുന്നു. അപ്പോൾ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, എന്നാൽ അവരെ ഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയാണ്, കണ്ടുകൊണ്ട് അവർ കണ്ടിട്ടുണ്ട്, എന്നാൽ കാണാതിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഹൃദയം കൊണ്ട് ഗ്രഹിച്ചു, എന്നാൽ അവരുടെ മനം തിരിയാതിരിക്കുന്നവരുടെ മനസ്സിനൊരു മാറ്റവുമില്ല. അപ്പോൾ ഹല്ലേലൂയ, ഒരു വ്യത്യാസം എന്തുവാണ് ഇവർക്ക് ഉണ്ടാകണമെന്ന് അവിടെ പ്രവാചകൻ പ്രവചിച്ചു. എന്നാൽ യേശു ഇവിടെ പൗലോസ് വീണ്ടും അത് എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നോഹയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 24 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ ഈ നോഹ ചെയ്തു. എന്നിട്ട് ആ വാക്യത്തിന്റെ മനോഹരത ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ വളരെ ഹല്ലേലൂയ അതിന്റെ അടുത്ത വാചകമാണ്, അങ്ങനെ തന്നെ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചത് ഒക്കെയും ആര് ചെയ്തു? നോഹ ചെയ്തു. അപ്പോൾ കൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം എന്തുവാണ്? നോഹ കേട്ടു. എന്നാൽ നോഹ കേട്ടതായ ആ ശബ്ദം അനുസരിച്ച് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? വളരെ വ്യക്തമായി, ദൈവം തന്നോട് കൽപ്പിച്ചത് ഒക്കെയും നോഹ ചെയ്തു. എന്നിട്ട് എടുത്തു പറയാണ്, അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറയുന്നു. ഈ വാക്യത്തിന്റെ മനോഹരത അവിടെയാണ്. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അപ്പോൾ ദൈവ ശബ്ദത്തെ പൂർണ്ണമായി
അനുസരിക്കുവാനായിട്ട് ഈ വർഷം കർത്താവ് നമുക്കിടയാകട്ടെ. അനുസരണത്തിന് പകരം ആരാധിച്ചുകൊണ്ട് കാര്യമില്ല. അനുസരണത്തിന് പകരം കുറച്ച് പൈസ കൊണ്ടുവന്ന് ഓഫറിങ് ഇട്ടുകൊണ്ട് കാര്യമില്ല. അനുസരണത്തിന് പകരം ഉപവസിച്ചുകൊണ്ടും വലിയ കാര്യമില്ല. അനുസരിക്കുവാൻ ഒരു വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും.